അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് കാണാം, ദുനിയാവിന്റെ ഒരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യും? ഈ ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെന്നും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവനെ പോലെ നിങ്ങൾ പെരുമാറണമെന്നാണ്. പരലോകത്തിന്റെ കാര്യമാണെങ്കിലോ നിങ്ങൾ വൈകുന്നേരം മരിക്കും. ഇപ്പൊ രാവിലെ നീച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ മരിക്കും എന്ന് വിചാരിച്ചിട്ട് വേണം പരലോകത്തിന്റെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ. അതാണ് ഹദീസ്. പക്ഷെ ആൾക്കാരെന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ ദുനിയാവിൽ എന്നൊന്നും ജീവിക്കുന്നവനെ പോലെ ആകണം എന്നാൽ ഒരു പെരണ്ടാക്കുമ്പോൾ നല്ലൊരു പെരണ്ടാക്കണം, കലാകാലം ഇവിടെ ജീവിക്കും എന്നുള്ള ഒരു പെരണ്ടാക്കണം എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് ആൾക്കാർ വിചാരിച്ച്. അങ്ങനെ അല്ല സഹോദരങ്ങളെ. ഒരു പെരണ്ടാക്കണം എന്ന് പെണ്ണുങ്ങൾ പറയാണ്, ഇളച്ചൻ പെരണ്ടാക്കി, മൂത്തച്ഛൻ പെരണ്ടാക്കി, ഓന്റെ പേരിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, നമ്മളെ പേരെ നമുക്കൊരു പുതിയ പേര വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടല്ലോ, നമുക്ക് അവിടെ സ്ഥലല്ലേ ഇവിടെ സ്ഥലല്ലേ, അത് വിറ്റിട്ട് എപ്പോൾ വേണമെങ്കിലും കയറ്റാലോ, ഒരു ഫ്ലാറ്റ് എടുക്കാലോ, അത് ധൃതി എന്തിനാ കൂട്ടുന്നത്? അതാണ് ദുനിയാവിന്റെ കാര്യത്തിൽ പരമാവധി ചവിട്ടി പിടിച്ചണം. ഒരു വണ്ടി വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, ആളാകാം, കുറച്ചുകൂടി പുതിയ മോഡൽ വണ്ടി ഇറങ്ങാണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കുട്ടികൾ ഇലക്ട്രോണിക് സാധനമൊക്കെ ചോദിച്ചാൽ ഇലക്ട്രോണിക് സാധനത്തിന്റെ പ്രശ്നം തരും. അത് പെട്ടെന്ന് ഒരു പൂജ്യം വരിക ചെയ്യാം. ഫോണ്, വാച്ച്, അത് ഞാൻ പറയും ഒരു 2 ദിവസം നമ്മൾ നോക്കാം, വാങ്ങി തരില്ല എന്ന് പറയും. 2 ദിവസം നമ്മൾ നോക്കാറില്ല. ഒരു വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ ഒരു 3 ദിവസം പറയും, 3ാമത്തെ ദിവസം വാങ്ങും പറയും, 2ാമത്തെ ഇനി വേണ്ട അറിയാം, ഒത്തുനല്ലേ മനുഷ്യന്റെ മനസ്സങ്ങനെ. ഒരു വാച്ച് ഓന്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ഓന്റെ കൂട്ടുകാരൻ മാപ്പ പുതിയൊരു വാച്ച് കെട്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ ആ റെങ്കിലും ഒന്ന് പറയണേ, ആ 2 ദിവസം കഴിഞ്ഞാൽ വേണ്ടാവും, കുറ്റവും കെട്ടിയിട്ടുണ്ടാവില്ല. ഇനി വേറെ അതാണ് ദുന്യാവെന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ദുന്യാവിന്റെ കാര്യം വരുമ്പോൾ എന്താ അറിയാം, ചവിട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അതാണ് ദുന്യാവിൽ എന്തെങ്കിലും ജീവിക്കുന്നവരെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണ് ചവിട്ടി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. വാങ്ങാലോ, സമയമുണ്ടല്ലോ. ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ വൈകുന്നേരം മരിച്ചണ പോലെ ഒരാളാണ്. എന്താ, ഒരു പള്ളിന്റെ സംഭാവനക്ക് വരികയാണ്, പേടുത്തൊടുക്കുക. അവിടെ ഈ മാസത്തെ കൊടുത്തു കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. ഈ പള്ളി എവിടെയാണ്? ശരി, വേങ്ങര അവിടെ അവിടെ പള്ളി, ഇവിടെ പള്ളി, അവിടെ പള്ളി, എന്റെ പള്ളിയുടെ ഒരു മദ്രസയാണ്. എന്ത് മദ്രസ? ലാസ്റ്റ് പോലെ മദ്രസയാണ്. ഇവിടെ മദ്രസ ഉണ്ടാക്കണം, കുറെ എൻക്വയറി, മറ്റേ മദ്രസയിൽ എന്താ പഠിപ്പിച്ചത് ഒക്കെ ചോദിച്ചിട്ട് അവസാനം 10 രൂപ ചോദ്യം കേട്ടപ്പോൾ ഈ ബിൽഡിങ്ങിനെ സ്പോൺസർ ചെയ്യുന്നു. ഞാൻ മദ്രസന്റെ പിരിവിന് പോയി, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് എനിക്ക് തിരിച്ചത് ഇഷ്ടമല്ല, പക്ഷെ എന്റെ ഒരാൾ വന്നാൽ പൈസ തോന്നെ കിട്ടുന്നിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പൊ വലിയൊരു പേരന്റെ മുമ്പിൽ നിർത്തി, ഇവിടെ വലിയൊരു പൈസക്കാരൻ്റെ നമുക്ക് പോയി നോക്കുക. അങ്ങനെ ഇതൊന്നുമില്ല, നമ്മൾ ഇതൊന്നും ഇല്ലാത്ത അവിടെ കയറി മുട്ടി വെക്കുക. മകളെന്താ ആവശ്യം? മദ്രസ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ആദ്യത്തെ ചോദ്യം തരങ്ങൾ, അല്ല മദ്രസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ, എന്താ നിങ്ങളൊരു മദ്രസന്റെ പ്രത്യേകത വെച്ചു? ഞങ്ങളുടെ മദ്രസന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങളെ കുട്ടിനെ ഏത് സ്കൂളിലും പഠിപ്പിച്ചാൽ, പക്ഷെ ഞായറാഴ്ച പഠിപ്പിച്ച് ഞങ്ങൾക്ക് തരണം, ബാക്കി ഞങ്ങൾ ശരിയാക്കും. അപ്പൊ ഇവിടെ മദ്രസ വരുന്ന ചോദിച്ചു, സ്ഥലം പറഞ്ഞു 5 ലക്ഷം രൂപ ചെക്ക് ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്യണവരുണ്ട്. അപ്പൊ ഇതങ്ങനല്ല, ഇതിങ്ങനെ ഒക്കെ ചോദിച്ചാൽ അവസാനം 10 രൂപ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് പരിശ്രമിക്കണം.